കഥയെ ആരംഭിക്കുന്നത് വിയറ്റ്നാം വാർ വെറ്ററനായിട്ടുള്ള ജോൺ റാംബോയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ ഒപ്പം വിയറ്റ്നാം വാറിൽ പങ്കെടുത്ത് പഴയൊരു സഹപ്രവർത്തകനെ കോംറേഡിനെ തിരഞ്ഞുകൊണ്ട് ലേക്ക് ഹൌസിന് സമീപത്തേക്ക് എത്തിയതായിരുന്നു ജോൺ റാംബോ. വന്ന് ജോൺ ഒരു അനാഥനാണ്, സ്വന്തമെന്ന് പറയുവാൻ മറ്റാരും തന്നെയില്ല, എന്നെങ്കിലും ഒറ്റപ്പെടുമെന്ന് തോന്നിയാൽ തന്നെ തിരക്കി വന്നോളൂ എന്ന് ആ പഴയ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോൺ റാംബോ ലേക്ക് ഹൌസിന് സമീപത്തേക്കെത്തി. തിരക്കി വന്ന സുഹൃത്തിന്റെ ഭാര്യയും മകളും അവിടെ ഉണ്ടായിരുന്നു. സുഹൃത്തിന്റെ ഭാര്യയോട് അദ്ദേഹത്തെ തിരക്കി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നൽപ്പം അതിശയിച്ചു. ശേഷം ജോൺ റാംബോ താനും ആ സുഹൃത്തും ഒന്നിച്ച് വിയറ്റ്നാം വാറിൽ പങ്കെടുത്ത സമയത്തെ ഫോട്ടോ അവരെ കാണിച്ചു കൊടുത്തു. ബേക്കർ ടീം എന്ന് വിളിച്ചിരുന്ന മികച്ചൊരു യൂണിറ്റിലെ യോദ്ധാക്കളായിരുന്നു അവരൊക്കെയും. പക്ഷേ ആ സമയം ഞെട്ടിക്കുന്നൊരു വിവരം ജോൺ റാംബോ അറിയുകയാണ്. ബേക്കർ ടീമിൽ ബാക്കിയുണ്ടായിരുന്ന ജോൺ റാംബോയുടെ ആ സുഹൃത്ത് ക്യാൻസറിനാൽ മരണപ്പെട്ടു എന്നതായിരുന്നു അത്. യുദ്ധസമയത്ത് ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന കെമിക്കലുമായി അവർക്ക് ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിച്ചത്. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നിര്യാണത്തിൽ ജോൺ റാംബോയ്ക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ഇനിയും അവിടെ നിൽക്കാൻ സാധിക്കില്ലല്ലോ. ജോൺ റാംബോ അവിടെ നിന്ന് തിരികെ നടക്കുകയാണ്. പൂർണ്ണമായും സ്വന്തമായി വീടോ ഒന്നുമില്ലാത്ത ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു നാടോടിയെ പോലെ, പിച്ചക്കാരനെ പോലെ ജോൺ റാംബോ കാണപ്പെടുന്നുണ്ടായിരുന്നു. യാത്ര ചെയ്ത് ജോൺ റാംബോ വാഷിംഗ്ടണിലെ നഗരമായ ഹോപ്പിലേക്ക് എത്തിച്ചേരുകയാണ്. ഹോപ്പ് എന്ന ആ നഗരത്തിലായിരുന്നു ആ ഷെരീഫും ഉണ്ടായിരുന്നത്. വിൽ ടീസിൽ എന്നാണ് അയാളുടെ പേര്. വംശീയ വർണ്ണവിവേചന മനോഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു ടീസിൽ. ആ നഗരം തന്നെ പൂർണ്ണമായും തന്റെ കൺട്രോളിലാണെന്നും അവിടെ പിച്ചക്കാരും അലഞ്ഞുതിരിയുന്ന വീടില്ലാത്തവരും ഒന്നും വേണ്ടെന്നും ടീസിലിനുണ്ടായിരുന്നു. തന്റെ പട്രോളിങ്ങിനിടയിൽ അന്ന് ടീസിൽ ജോൺ റാംബോയെ കാണുകയാണ്. ജോൺ റാംബോയെ കണ്ടതും വീടും കുടിയുമില്ലാത്ത പിച്ചക്കാരനെ പോലെ തോന്നിയതുകൊണ്ട് എങ്ങോട്ടേക്കാണ് അവൻ പോകുന്നത് എന്ന് ടീസിൽ ചോദിച്ചു. താൻ നോർത്ത് സൈഡിലേക്ക് പോകുന്നേ എന്നായിരുന്നു ജോൺ റാംബോയുടെ മറുപടി. എങ്കിൽ കേറിക്കോ, ഞാൻ കൊണ്ടുവന്നാക്കാം എന്നായി ടീസിൽ. ജോൺ റാംബോ പോലീസ് കാറിലേക്ക് കയറി. പക്ഷേ നോർത്ത് സൈഡിലേക്ക് പോവേണ്ടുന്നതിന് പകരം സൗത്ത് സൈഡിലേക്കായിരുന്നു ടീസിൽ കാർ ഓടിച്ചു പോയത്. പോകുന്ന വഴിക്ക് ജോൺ റാംബോയ്ക്കടുത്ത് വല്ലാത്തൊരു പുച്ഛത്തോടെ ടീസിൽ സംസാരിക്കുന്നുമുണ്ട്. നിന്നെപ്പോലുള്ള ആളുകൾക്കും പിച്ചക്കാർക്കുമൊന്നും ഈ നഗരത്തിൽ പ്രവേശനമില്ല. ഇത് ക്ലീനാക്കി വെക്കേണ്ടത് എന്റെ ജോലിയായിട്ട് ഞാൻ കരുതുന്നേ. അതുകൊണ്ടാ നിന്നെ ഞാൻ തന്നെ നഗരത്തിന് പുറത്താക്കാൻ ഇപ്പോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നേ. ടീസിൽ കാർ ഓടിച്ച് ജോണിനെ ആ നഗരത്തിന്റെ അറ്റത്തുള്ള അയൺ ബ്രിഡ്ജിന്റെ ഭാഗത്ത് ഇറക്കി വിടുകയാണ്. ശേഷം തിരികെ നഗരത്തിലേക്ക് വന്നേക്കരുതെന്നും അവിടെ നിന്ന് പൊക്കോളാനും ജോൺ റാംബോയോട് ടീസിൽ പറയുകയും ചെയ്തു. ടീസിലിന്റെ ആ പെരുമാറ്റത്തിലും മറ്റും ജോൺ റാംബോയ്ക്ക് വലിയ ദേഷ്യം തന്നെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നും പ്രവർത്തിക്കാതെ ജോൺ റാംബോ സംയമനം പാലിച്ചു. ടീസിൽ കാർ എടുത്തു പോയതും ജോൺ റാംബോ തിരികെ ഹോപ്പ് നഗരത്തിലേക്ക് തന്നെ തിരികെ നടന്നു വരികയാണ്. അത് കണ്ടതും ടീസിൽ കാർ തിരിച്ചു വന്നു. നിന്നോടല്ലേ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞത്, വീണ്ടും വരികയാണോ? എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് ജോൺ റാംബോയെ പിടികൂടി ചോദ്യം ചെയ്യാനും മറ്റും ടീസിൽ ആരംഭിച്ചു. പരിശോധനയിൽ ജോൺ റാംബോയുടെ പക്കൽ ഒരു കത്തിയുണ്ടായിരുന്നു. സോൾജേഴ്സ് ഉപയോഗിക്കുന്ന തരം ഒരു തരം മൂർച്ചയേറിയ കത്തി. ടീസിൽ അത് പിടിച്ചെടുത്തു. ജോൺ റാംബോയ്ക്ക് അപ്പോഴും ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. ഇത് വെച്ച് ആരെ ആക്രമിക്കാനാടാ നീ പോകുന്നേ എന്ന് ടീസിൽ ചോദിച്ചപ്പോ അത് വേട്ടയാടാനുള്ളതാണ് എന്നായിരുന്നു ജോൺ റാംബോയുടെ മറുപടി. ആയുധം കൈവശം വെച്ചു. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു. പിച്ചക്കാരനെ പോലെ വീടില്ലാത്തവനായി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നു എന്നീ കുറ്റങ്ങൾ ചാർത്തി ടീസിൽ ജോൺ റാംബോയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ജോൺ റാംബോയുമായി ടീസിൽ സ്റ്റേഷനിലെത്തി. ക്രൂരതകളിൽ ആനന്ദം കണ്ടെത്തുന്ന ചീഫ് ഡെപ്യൂട്ടിയായ ആർട്ട് ഗാൾട്ടിന്റെ മുമ്പിലേക്കായിരുന്നു ജോൺ റാംബോയുമായി ടീസിൽ വന്നെത്തുന്നത്. ജോൺ റാംബോക്കെതിരെയുള്ള ആരോപണങ്ങളും മറ്റും ടീസിൽ ചീഫ് ഡെപ്യൂട്ടിയോട് പറഞ്ഞു. മറുവശത്ത് ഡെപ്യൂട്ടികൾ ജോൺ റാംബോയെ മോശം രീതിയിൽ ഉപദ്രവിക്കാനും മറ്റും ആരംഭിച്ചിരുന്നു. ജോൺ റാംബോ സംയമനം പാലിച്ചു നിന്നു. ജോൺ റാംബോയുടെ കഴുത്തിലെ ചെയിൻ വരെ അതിലെ ഒരു ഉദ്യോഗസ്ഥൻ പൊട്ടിച്ചെടുത്തു. ഇവനൊരു സോൾജറാന്ന് തോന്നുന്നുണ്ടല്ലോ സാർ എന്നത് പൊട്ടിച്ച ശേഷം ആ ഉദ്യോഗസ്ഥൻ പറയുന്നുമുണ്ട്. പക്ഷേ ആർട്ട് ഗാൾട്ടിന് അത് കേട്ട് പുച്ഛമായിരുന്നു തോന്നിയത്. ജോൺ റാംബോയുടെ മേൽ കള്ളപ്പരാതികൾ എഴുതിയുണ്ടാക്കി അതിൽ സൈൻ ചെയ്യിപ്പിക്കാൻ ഒരു ഡെപ്യൂട്ടി ശ്രമിക്കുകയാണ്. പക്ഷേ തന്റെ തമ്പ് പതിപ്പിക്കുവാൻ ജോൺ റാംബോ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അതോടെ ടീസിൽ ജോൺ റാംബോയുടെ അടുത്തെത്തി. നീ എന്താടാ ബലം പിടിക്കുവാണോ? നിന്റെ ബലം പിടുത്തമൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ടീസിൽ അവനെ ഉപദ്രവിക്കുവാനും ക്രൂരമായി മർദ്ദിക്കുവാനും വേണ്ടി സ്റ്റേഷന്റെ തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഉപദ്രവിക്കുവാൻ അവർ ജോൺ റാംബോയുടെ വസ്ത്രങ്ങൾ ഊരി. ജോൺ റാംബോയുടെ ശരീരത്തിൽ നിരവധി മുറിപ്പാടുകളും മർദ്ദനമേറ്റ് ചതഞ്ഞ പാടുകളും അതിന്റെ കരിവാളിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥൻ ജോൺ റാംബോയെ മർദ്ദിക്കാൻ തുടങ്ങി. ഒരു ഡെപ്യൂട്ടി വന്നു പറഞ്ഞു, സാർ അയാളെ കണ്ടിട്ട് ഏതോ വാർ വെറ്ററനാണെന്നൊക്കെ തോന്നുന്നുണ്ട്. വെറുതെ ഇതിനൊക്കെ നിക്കണോ? ഇവനാണോ? ഇവനെ കണ്ടാൽ അറിഞ്ഞൂടെ ഒരു വകക്ക് കൊള്ളൂലാത്തവനാണെന്ന്. ഇവനെ കൊണ്ടുപോയി നന്നായി ഒന്നങ്ങ് കുളിപ്പിക്ക്. മർദ്ദനത്തിന് ശേഷം
ജോൺ റാംബോയുടെ ദേഹത്തേക്ക് ശക്തമായ രീതിയിൽ വെള്ളമടിക്കപ്പെട്ടു. വീണ്ടും പല രീതിയിൽ ജോൺ റാംബോ ഉപദ്രവിക്കപ്പെടുകയായിരുന്നു. അതിനുശേഷമായിരുന്നു ജോൺ റാംബോയെ മുടിയും താടിയും ഒക്കെ വടിച്ച് ക്ലീൻ ഷേവ് ചെയ്യുവാൻ വേണ്ടി പോലീസുകാർ തയ്യാറെടുക്കുന്നത്. അത്രയും ആയപ്പോഴേക്കും അത്ര നേരം സംയമനം പാലിച്ച് ജോൺ റാംബോയുടെ പിടിവിട്ടിരുന്നു. ബലം പ്രയോഗിച്ച് അവനെ ഷേവ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കാൻ ആരംഭിച്ചു. ഷേവിംഗ് കത്തി കണ്ടതും പണ്ട് വിയറ്റ്നാം വാറിൽ പങ്കെടുക്കുമ്പോൾ താനടക്കമുള്ളവർ പിടികൂടപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ ജോൺ റാംബോയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആ ട്രോമകൾ അവനെ വേട്ടയാടാൻ തുടങ്ങി. വല്ലാതെ അലറി വിളിച്ച ജോൺ റാംബോ ആ നിമിഷം പോലീസുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. എല്ലാ പോലീസുകാരെയും അടിച്ചിട്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന തന്റെ കത്തിയുമെടുത്ത് ജോൺ റാംബോ പുറത്തേക്ക് ഇറങ്ങിയോടി. പുറത്തു വന്നിരുന്നൊരു ബൈക്കുമെടുത്ത് ജോൺ റാംബോ രക്ഷപ്പെട്ടു പോവാൻ നോക്കുകയാണ്. ടീസിലും മറ്റ് പോലീസുകാരും പിന്നാലെ ചേസ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. വലിയൊരു ചേസ് തന്നെയായിരുന്നു നടന്നത്. എന്നിരുന്നാലും ജോൺ റാംബോയെ പിടികൂടാൻ പോലീസുകാർക്ക് സാധിച്ചില്ല. ജോൺ റാംബോ ബൈക്ക് ഓടിച്ച് ഒരു കാടിനുള്ളിലേക്ക് കയറുകയാണ്. ടീസിലും സംഘവും പിന്നാലെ വന്നെങ്കിലും കാർ ഒരിടത്ത് വെച്ച് ജാമായി. പിന്നാലെ തോക്കും മറ്റുമായി അവർ ജോൺ റാംബോയെ പിന്തുടർന്നു ചെല്ലാൻ ആരംഭിച്ചു. മുന്നോട്ട് പോയ ജോൺ റാംബോ ഉപേക്ഷിക്കപ്പെട്ട ഒരു മൈനിന്റെ ഭാഗത്ത് എത്തിച്ചേർന്നിരുന്നു. അവിടെ നിന്നും കട്ടിയുള്ള ഒരു തുണി ജോൺ റാംബോക്ക് കിട്ടി. അത് മുറിച്ച് ഏറെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഒരു ഷർട്ട് പോലെ ജോൺ റാംബോ തന്റെ ശരീരത്തിൽ അണിയുകയാണ്. ആ മല താണ്ടി മുമ്പോട്ട് പോകാൻ ജോൺ റാംബോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ടീസിലും പോലീസുകാരും ജോൺ റാംബോയെ പിടികൂടുവാൻ മല കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ജോൺ റാംബോ ഒരു മലഞ്ചെരുവിലെത്തി. പിറകിലേക്ക് പോയാൽ പോലീസ് പിടികൂടും. മുമ്പോട്ടെടുത്ത് ചാടാനും വയ്യ. മലയുടെ വശത്ത് പിടിച്ച് ജോൺ റാംബോ താഴേക്കിറങ്ങാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ജോൺ റാംബോക്ക് നേരെ വെടിയുതിർക്കൽ സംഭവിക്കുന്നു. ജോൺ റാംബോ നോക്കുമ്പോൾ കാണുന്നത് ഹെലികോപ്റ്ററിൽ പറന്നു വന്ന് വെടിയുതിർക്കുന്നത് ചീഫ് ഡെപ്യൂട്ടിയായ ആർട്ട് ഗാൽറ്റിനെയായിരുന്നു. രക്ഷപ്പെട്ടോടുമ്പോൾ ആർട്ട് ഗാൽറ്റിനിട്ട് നല്ലൊരു ഇടികൊടുത്ത ശേഷമാണ് റാംബോ രക്ഷപ്പെട്ടു വന്നത്. അതിന്റെ വൈരാഗ്യം കൂടി ആർട്ട് ഗാൽറ്റിനുണ്ടായിരുന്നു. ടീസിൽ വെടിയുതിർക്കല്ലേ എന്നും അവന് ജീവനോടെ വേണമെന്നും പറഞ്ഞെങ്കിലും ആർട്ട് ഗാൽറ്റ് അത് കേൾക്കാതെ വെടിയുതിർത്തുകൊണ്ടിരുന്നു. ഗത്യന്തരമില്ലാതെ താഴെ നിൽക്കുന്ന വൃക്ഷങ്ങളിലേക്ക് നോക്കി റാംബോ അതിലേക്ക് പിടിച്ചു ചാടുകയാണ്. ആ ചാട്ടത്തിൽ റാംബോയുടെ ഒരു കൈക്ക് സാരമായ പരിക്കേറ്റിരുന്നു. എന്നിരുന്നാലും ജീവൻ അപകടമൊന്നും സംഭവിച്ചില്ല. ആർട്ട് ഗാൽറ്റ് ഹെലികോപ്റ്ററിൽ നിന്ന് വീണ്ടും വെടിയുതിർക്കൽ തുടർന്നപ്പോൾ റാംബോ താഴെ നിന്നൊരു കല്ലെടുത്ത് ഹെലികോപ്റ്ററിന്റെ ഗ്ലാസ് ലക്ഷ്യമാക്കി എറിഞ്ഞു. കല്ലുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ ഗ്ലാസ് പൊട്ടിയതും പൈലറ്റിന്റെ കൺട്രോൾ ഒന്ന് തെറ്റി. ആ നിമിഷം ആർട്ട് ഗാൽറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരണമടയുകയാണ്. ആർട്ട് ഗാൽറ്റിനടുത്തേക്ക് ഓടിച്ചെന്ന റാംബോ അത് ഉറപ്പുവരുത്തി. പിന്നാലെ ആർട്ട് ഗാൽറ്റിന്റെ കയ്യിലുള്ള തോക്കും വോക്കി ടോക്കിയും കുറച്ച് സാധനങ്ങളും എടുത്ത് റാംബോ അവിടെ നിന്ന് ഓടിമാറാൻ തുടങ്ങുന്നു. ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്ന് കരുതി റാംബോ നേരെ മുകളിൽ നിൽക്കുകയായിരുന്ന ടീസിലിനും സംഘത്തിനും അടുത്തേക്ക് താഴെ നിന്നും നടന്നു ചെന്നു. തന്റെ പേരിൽ ഒരു തെറ്റുമില്ലെന്നും അവരാണ് തന്നെ തുടക്കം തൊട്ടേ ഒരു കേസുമില്ലാതെ അറസ്റ്റ് ചെയ്യുകയും മോശമായി ഉപദ്രവിക്കുകയും ചെയ്തതെന്നും ആർട്ട് ഗാൽറ്റ് മരിച്ചതിൽ വരെ തനിക്ക് പങ്കൊന്നുമില്ലെന്നും ഹെലികോപ്റ്റർ നിലതെറ്റി അയാൾ താഴെ വീണ് മരിച്ചതാണെന്നും കീഴടങ്ങാൻ താൻ തയ്യാറാണ് എന്നും അറിയിച്ചു. പക്ഷേ ആർട്ട് ഗാൽറ്റ് കൂടി കൊല്ലപ്പെട്ടതോടെ ടീസിലിന് കലി വല്ലാതെ കയറിയിരുന്നു. ഒപ്പം ഈഗോയും മാളിക്കത്തി. റാംബോയ്ക്ക് നേരെ ഡെപ്യൂട്ടികൾ വെടിയുതിർക്കുകയാണ്. അതോടെ റാംബോ അവിടെ നിന്നോടി മലയുടെ എതിർവശത്തേക്ക് കയറാൻ ആരംഭിച്ചു. പിന്നാലെ വയർലെസ് എടുത്ത ഷെരീഫ് കാറിനടുത്ത് നിൽക്കുകയായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വേട്ടനായ്ക്കളെ കൊണ്ടുവരാനും മറ്റും നിർദ്ദേശം കൊടുക്കുകയാണ്. കൂടുതൽ ഫോഴ്സിനെയും ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ സമയം റാംബോയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുണ്ടായിരുന്ന ഡെപ്യൂട്ടി അറിഞ്ഞിരുന്നു. ഡെപ്യൂട്ടി ഷെരീഫിനോട് റാംബോയെപ്പറ്റി വിശദീകരിക്കാൻ ആരംഭിച്ചു. ടീസിൽ കരുതുന്ന പോലെ റാംബോ ഒരു നിസ്സാരക്കാരനല്ല. അമേരിക്കൻ മിലിറ്ററിയിലെ സ്പെഷ്യൽ ഫോഴ്സസിലെ ഓഫീസറായിരുന്നു റാംബോ. മെഡൽ ഓഫ് ഓണർ അടക്കം ഏറ്റവും വലിയ ആർമി ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല വിയറ്റ്നാം വാർ ഹീറോ കൂടിയാണ്. പക്ഷേ അതൊക്കെ കേട്ടിട്ടും ടീസിലിനൊരു കൂസലുമുണ്ടായിരുന്നില്ല. തന്റെ സഹപ്രവർത്തകനെ അവൻ കൊന്നത് അവനെ താൻ വെറുതെ വിടില്ല എന്ന് ടീസിൽ ആക്രോശിച്ചു. ടീസിലിനുള്ളിൽ വല്ലാത്തൊരു വെറുപ്പും വിദ്വേഷവും ഈഗോയും ആളിക്കത്തുന്നുണ്ടായിരുന്നു. മറുവശത്ത് റാംബോയെപ്പറ്റി കേട്ടതും റാംബോ കൂടുതൽ പ്രശ്നക്കാരനായിരിക്കും, കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോവണ്ട സാർ, അവനെ അങ്ങോട്ട് വിട്ടേക്ക് എന്നൊക്കെ കൂടെയുള്ള പോലീസുകാർ പറഞ്ഞെങ്കിലും അത് ഷെരീഫിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അത് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ടീസൽ കടന്നാക്രമിക്കുക പോലും ചെയ്തു. പോലീസ് തന്റെ പിറകെ വരുമെന്നും എതിരിടാൻ തയ്യാറെടുക്കണം എന്നും റാംബോക്ക് അറിയാമായിരുന്നു. റാംബോ കത്തിവെച്ച് മരങ്ങളൊക്കെ കൂർപ്പിച്ച് അതിനുവേണ്ട തയ്യാറെടുപ്പുകളും മറ്റും ആരംഭിച്ചു. അധികം വൈകാതെ ഷെരീഫും സംഘവും വേട്ടനായ്ക്കളുമായി വന്ന് തിരച്ചിൽ ആരംഭിക്കുകയാണ്. പക്ഷേ റാംബോ ചുമ്മാതിരിക്കുമോ? റാംബോ തിരികെ ആക്രമിക്കാൻ തുടങ്ങി. നേരത്തെ ആക്രമിച്ച വ്യക്തിയിൽ നിന്നെടുത്ത ഗണ്ണുപയോഗിച്ചായിരുന്നു റാംബോയുടെ തിരികെ ആക്രമണം. പോലീസുകാരും ചറപറ ആ ഭാഗത്തേക്ക് വെടിയുതിർത്തു. ആ സമയത്ത്
സമയത്ത് പോലീസുകാരെ എതിരിടാൻ റാംബോ സ്വീകരിച്ചത് വിയറ്റ്നാം വാറിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഗറില്ല ടെക്നിക്കുകളായിരുന്നു. ടീസിലിനൊപ്പം വന്ന ഓരോ പോലീസുകാരെയും റാംബോ അടിച്ച് കീഴ്പ്പെടുത്തി. ഒടുവിൽ ടീസിൽ മാത്രം ബാക്കിയായി. ടീസിലിന്റെ ഉള്ളിൽ വല്ലാത്ത ഭയം നിറഞ്ഞിരുന്നു. റാംബോയെ തെരഞ്ഞ് ടീസിൽ പോകുമ്പോൾ പെട്ടെന്ന് ടീസിലിന് മേൽ ചാടി വീണ റാംബോ ടീസിലിന്റെ കഴുത്തിൽ കത്തിവെക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ടീസിൽ ഞെട്ടിത്തെറിച്ചു വിറച്ചിരുന്നു. ടീസിലിനെ ജോൺ റാംബോ ഭീഷണിപ്പെടുത്തി തന്നെ വിട്ട് തിരികെ പൊക്കോളാനും ഇല്ലെങ്കിൽ ടീസിലിനെ വിശ്വസിക്കാൻ പോലും ആകാത്ത ഒരു യുദ്ധം കാണേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ജോൺ റാംബോ അവിടെ നിന്ന് മാറുകയും ചെയ്തു. ജീവൻ ബാക്കിയായെങ്കിലും ടീസിലിന്റെ ഉള്ളിൽ വെറുപ്പും ഈഗോയും ആളെ കത്തിക്കുവാനേ അത് ഉപകരിച്ചിരുന്നുള്ളൂ. പിന്നാലെ ടീസിൽ ആ പ്രശ്നം വലുതാക്കാൻ ആരംഭിച്ചു. വാഷിംഗ്ടൺ സ്റ്റേറ്റ് പട്രോളിലേക്കും വാഷിംഗ്ടൺ നാഷണൽ ഗാർഡിലേക്കും ടീസിൽ വിവരം കൈമാറി. ടീസിലിനെ അസിസ്റ്റ് ചെയ്യാൻ അവരുടെയൊക്കെ ഫോഴ്സും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. കാടിനോട് ചേർന്ന താഴ്വാരത്ത് അവർ തമ്പടിച്ചു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മാറ്റാനും ആരംഭിച്ചിരുന്നു. പരിക്കേറ്റ ടീസിലും അവിടെ നിന്ന് ചികിത്സ തേടുകയായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് കേണൽ സാം ട്രോട്ട്മാൻ കടന്നുവരുന്നത്. സാം ട്രോട്ട്മാൻ മുമ്പ് ജോൺ റാംബോയുടെ മെന്ററും കമാൻഡിംഗ് ഓഫീസറും ഒക്കെയായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നുവന്ന സാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ടീസിലിനോട് സംസാരിച്ചു. ജോൺ റാംബോയെ വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അവനെ വെറുതെ പ്രകോപിപ്പിക്കരുത്. അവൻ അവിടെ നിന്ന് സിയാറ്റിലേക്ക് രക്ഷപ്പെട്ടു പൊക്കോളും. കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്തു കഴിയുമ്പോ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നും അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കൂട്ടമായി ചെന്ന് ആക്രമിച്ച അവന് പൊരുതി നിൽക്കാനാവില്ല എന്ന് ടീസിൽ അഹങ്കാരത്തോടെ പറയുകയാണ്. റാംബോയെ അങ്ങനെ വിടുവാൻ ടീസിലിന്റെ ഈഗോ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. റാംബോയ്ക്ക് എത്ര ആളുകൾ വന്നാലും അതൊരു പ്രശ്നമല്ലെന്നും നിങ്ങൾക്ക് അവനെ അറിയാനിട്ടാണെന്നും അവനുള്ള ഒറ്റ കാരണം കൊണ്ട് വിയറ്റ്നാം വാറടക്കം നമ്മൾ വിജയിച്ചത് എന്നും സാം ആ സമയം പറയുന്നുണ്ട്. പക്ഷേ ടീസിൽ പുല്ലുവിലയായിരുന്നു കൽപ്പിച്ചത്. മറുവശത്ത് റാംബോ ആകട്ടെ വേട്ടയാടി ഒരു മൃഗത്തെ കൊന്ന് തൽക്കാലത്തേക്ക് ഒളിച്ചു താമസിക്കുവാൻ ഒഴിഞ്ഞുകിടന്ന ഒരു മൈനിന്റെ ഗുഹാമുഖഭാഗം തിരഞ്ഞെടുത്ത് അവിടെ തീ കത്തിച്ച് മൃഗത്തെ ചുട്ടുതിന്ന് അല്പനേരം റെസ്റ്റ് എടുക്കുകയായിരുന്നു. സാം ഷെരീഫിനോട് വീണ്ടും വീണ്ടും സംസാരിച്ചു നോക്കി. പക്ഷേ ഷെരീഫ് ടീസിൽ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ടീസിൽ പറഞ്ഞു, നിങ്ങൾ അവന്റെ കമാൻഡിംഗ് ഓഫീസറും മെന്ററും ഒക്കെയായിരുന്നല്ലേ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തന്നെ അവനെ കോണ്ടാക്ട് ചെയ്ത് കീഴടങ്ങാൻ പറ. അങ്ങനാണെ ഞാൻ ഈ ആക്രമണമൊക്കെ അങ്ങ് നിർത്തിയാക്കാം. ഷെരീഫ് പറഞ്ഞതല്ലേ, എന്തായാലും റാംബോയോടൊന്ന് സംസാരിച്ചു നോക്കാം എന്ന് കേണൽ സാമും കരുതി. ആർട്ടുഗാൽറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന റിസീവർ റാംബോ എടുത്തുകൊണ്ട് പോയിരുന്നല്ലോ. അതിലേക്ക് തന്നെ അവർ കോണ്ടാക്ട് ചെയ്തു. സാം റാംബോയുമായി സംസാരിക്കാൻ തുടങ്ങിയതും നമ്മുടെ ടീമിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു സാർ, ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് റാംബോ ഒരുപാട് ഇമോഷണൽ ആവാൻ തുടങ്ങി. പിന്നാലെ സാം പറഞ്ഞു, നീ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നേ? നീ കാരണം കുറെ പേർ ഇപ്പോ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നീ താഴേക്കിറങ്ങി വാ, എന്താണെങ്കിലും സമാധാനമുണ്ടാക്കാം. നീ കീഴടങ്ങ്. സാം റാംബോയോട് ആവശ്യപ്പെട്ടു. എന്ത്, ഞാൻ കാരണം കൊല്ലപ്പെട്ടെന്നോ? അവിടെ അഹങ്കാരം തലക്ക് പിടിച്ച ഒരു ഷെരീഫുണ്ട്. അയാളെ ഇതിനൊക്കെ കാരണം. ഒരു കാര്യമില്ലാതെ എന്നെ അറസ്റ്റ് ചെയ്തു, എന്നെ ഉപദ്രവിച്ചു. അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോരാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷെ എന്നെ പിന്തുടർന്നു വന്ന് പിന്നെയും അപകടം വരുത്തിവെച്ചത് അവരാ. ആദ്യത്തുള്ളി രക്തം പൊഴിച്ചത് അവരാ. എന്റെ പേരിൽ അതിനെങ്ങനെ തെറ്റു പറയാൻ പറ്റും? ഈഗോ പിടിച്ചു നടക്കുന്ന ആ ഷെരീഫില്ലേ, അയാളുടെ മുമ്പിൽ മാത്രം ഞാൻ സറണ്ടർ ആവില്ല. പറ്റുമെങ്കിൽ അവനോട് എന്നെ വന്ന് പിടിക്കാൻ പറ. റാംബോയുടെ വാക്കുകളിൽ രോഷം പ്രകടമായിരുന്നു. ഇനി ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് സാമിനും മനസ്സിലായി. ടീസിലിന്റെ ഈഗോ കൂടുതൽ ആളിക്കത്തിയതേയുള്ളൂ. ടീസിൽ അതോടെ അടുത്ത ദിവസം തന്നെ കൂടുതൽ ഫോഴ്സിനെ കാടിനുള്ളിലേക്ക് അയക്കുകയാണ്. റാംബോ അവരെ കണ്ട് ഒഴിഞ്ഞുമാറിപ്പോവാനുമൊക്കെ ആരംഭിച്ചിരുന്നു. അങ്ങനെ നടന്ന ആ ഒരു ചേസിംഗിലും ഒഴിഞ്ഞുമാറലിലും ഒക്കെയായി ഒടുവിൽ റാംബോ മൈനിന്റെ ഗുഹാമുഖഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഓടിയൊളിക്കുവാൻ റാംബോ അതിനുള്ളിലേക്ക് കയറി. ശേഷം അകത്തുനിന്ന് തോക്കെടുത്ത് തന്നെ പിന്തുടർന്ന് വെടിയുതിർക്കുന്ന ഗാർഡുകൾക്ക് നേരെ വെടിയുതിർത്തു. റാംബോയെ ജീവനോടെ പിടികൂടണം, കൊല്ലരുതെന്ന ടീസിലിന്റെ ഉത്തരവുണ്ടായിരുന്നതാണ്. എന്നിരുന്നാലും ഒരു പരിധി വിട്ടതും നാഷണൽ ഗാർഡിലെ ഉദ്യോഗസ്ഥർ ആ മൈനിന് നേരെ റോക്കറ്റ് ലോഞ്ചർ പ്രയോഗിക്കുന്നു. അതോടെ മൈനിന്റെ എൻട്രൻസ് ഭാഗമടക്കം തകർന്നു വീഴുകയാണ്. ആ സ്ഫോടനത്തിൽപ്പെട്ട് റാംബോയും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നവർ ഊഹിച്ചിരുന്നു. വിവരമറിഞ്ഞ് വൈകാതെ ടീസിൽ അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി. തങ്ങളുടെ അച്ചീവ്മെന്റിൽ സന്തോഷിച്ച് ഗാർഡുകളാകട്ടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും മറ്റുമായിരുന്നു. ഷെരീഫ് വന്ന് അവരെ ശകാരിച്ചു. നിങ്ങളോട് ആരാ ഇത് പ്രവർത്തിക്കാൻ പറഞ്ഞത്? അവൻ കൊല്ലപ്പെട്ടെന്നെങ്ങനെ ഉറപ്പിക്കുന്നേ? അവന്റെ മൃതദേഹം കിട്ടിയോ? അത് കിട്ടാതെ ഒറ്റ ഒരുത്തനെ ഇവിടെ നിന്ന് വിടില്ല എന്ന് ഷെരീഫ് ആക്രോശിച്ചു. മറുവശത്ത് റാംബോ കൊല്ലപ്പെട്ടിരുന്നില്ല. മൈനിന്റെ ഉള്ളിലൂടെ ഒരു ടണലുണ്ടായിരുന്നു. വെന്റിലേഷൻ ഷാഫ്റ്റ് വഴിയും ഒക്കെയായി റാംബോ രക്ഷപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ ഇലയുടെ ആക്രമണം അടക്കം പലതും റാംബോക്ക് നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് റാംബോ ടണലിന്റെ മറുവശത്തെത്തി. ആ സമയം
സമയമാണ് അതുവഴി ഒരു ട്രക്ക് പോകുന്നത് റാംബോയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ട്രക്കിന്റെ മുകളിലേക്ക് എടുത്തു ചാടി റാംബോ മുന്നിൽ വന്നു. ഡ്രൈവറായ സോൾജറുടെ കഴുത്തിൽ കത്തിവെച്ച് റാംബോ സംസാരിച്ചു. ആ വണ്ടി മുഴുവനും തോക്കുകളാണുള്ളത് എന്ന് റാംബോ മനസ്സിലാക്കി. പിന്നാലെ ആ ഡ്രൈവറെ തള്ളി പുറത്തിട്ട് ട്രക്കുമായി റാംബോ രക്ഷപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. ആ വിവരം വൈകാതെ ഷെരീഫിന് വന്നു ചേർന്നിരുന്നു. ട്രക്ക് ചേസ് ചെയ്ത് പിടികൂടാനും അവൻ പുറത്തേക്ക് രക്ഷപ്പെട്ടു പോവാനായിരിക്കും ശ്രമിക്കുക എന്നും ഷെരീഫ് പറഞ്ഞു. പിന്നാലെ ഒരു ചേസിംഗ് തന്നെ ആരംഭിച്ചു. പക്ഷെ ആ വാഹനങ്ങളെയൊക്കെ തകർത്ത റാംബോ അവരുടെ പ്രതീക്ഷകളെ അപ്പാടെ തെറ്റിച്ചുകൊണ്ട് ട്രക്കുമായി കടന്നു ചെന്നത് ഹോപ്പ് എന്ന നഗരത്തിനകത്തേക്ക് തന്നെയായിരുന്നു. നഗരത്തിനകത്തെത്തിയതും അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പ് റാംബോ വെടിവെച്ച് തകർത്തു. പിന്നാലെ അവിടുത്തെ ഒരു ഗുഡ് സ്റ്റോറും റാംബോ തകർക്കുകയും ആ പ്രദേശങ്ങളിലെ മുഴുവൻ കറണ്ട് കട്ട് ചെയ്യുകയും ചെയ്തു. ടീസിൽ ഈ സമയം ആകെ ഭയന്നു തുടങ്ങിയിരുന്നു. ആ സമയം കേണൽ സാം അങ്ങോട്ടേക്ക് എത്തി ടീസലുമായി സംസാരിച്ചു. ഇതും റാംബോയുടെ പ്ലാൻ തന്നെയാകും. അവനെന്തോ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇതൊക്കെ അവനിപ്പോ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇനിയും അവന്റെ പിന്നാലെ പോവണ്ട, നിങ്ങളുടെ ജീവൻ വരെ നഷ്ടമാകും. പക്ഷേ ഈഗോ പിടിച്ച ടീസിൽ അപ്പോഴും അതിന് തയ്യാറാകുന്നില്ല. മറുവശത്ത് റാംബോ ആകട്ടെ ഗണ്ണുമെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് തന്നെ വന്നെത്തിയിരുന്നു. അവിടെ വലിയൊരു ഷൂട്ടൌട്ട് തന്നെ അരങ്ങേറി. റാംബോയെ കൊലപ്പെടുത്താൻ സ്റ്റേഷന്റെ മുകളിൽ കയറി ഗ്ലാസിനുള്ളിലൂടെ റാംബോയ്ക്ക് നേരെ വെടിയുതിർക്കാൻ ടീസൽ ശ്രമിച്ചു നിന്നിരുന്നു. പക്ഷേ അത് തിരിച്ചറിഞ്ഞ റാംബോ ടീസലിന്റെ കാലിൽ വെടിവെച്ച് ഗ്ലാസ് തകർത്ത് ടീസലിനെ താഴെ വീഴ്ത്തി. ടീസലിനെ കൊല്ലുവാൻ ഏറെ വെറിയോടെ റാംബോ തയ്യാറായി നിന്നിരുന്നു. റാംബോ അങ്ങനെ നിൽക്കുമ്പോഴേക്ക് കേണൽ സാം അങ്ങോട്ടേക്ക് കടന്നു വന്നു. അദ്ദേഹം റാംബോയെ തടഞ്ഞു. പുറത്തപ്പോഴേക്കും പോലീസ് സംഘം തന്നെ വന്നു വളഞ്ഞിരുന്നു. ടീസലിനെ കൊന്നുകഴിഞ്ഞാൽ റാംബോയെ ജീവനോടെ ഇവിടെ നിന്ന് പുറത്തു പോവാൻ അവർ സമ്മതിക്കില്ലെന്നും അത് വേണ്ടെന്നും കേണൽ സാം ആവശ്യപ്പെട്ടു. അതിന് ഞാനെന്താ ചെയ്ത്? ഇതൊക്കെ തുടങ്ങി വെച്ചതാരാ? ഇവരല്ലേ? ഒന്നും ചെയ്യാതെ സംയമനത്തോടെ പോയിക്കൊണ്ടിരുന്നതാ ഞാൻ. എന്നെ കൊണ്ട് ഇവരിതൊക്കെ ചെയ്യിപ്പിച്ചതല്ലേ? അതും പറഞ്ഞ് റാംബോ അവിടെ ഉണ്ടായിരുന്ന ഗണ്ണിന്റെ ബുള്ളറ്റൊക്കെ എടുത്ത് തോക്ക് ലോഡ് ചെയ്യാനും മറ്റും ആരംഭിച്ചു. പുറത്ത് 300-400 പോലീസുകാരുണ്ടടാ, കേണൽ പറഞ്ഞു. എത്ര പേരുണ്ടെങ്കിലെന്താ, എല്ലാരെയും ഞാൻ കൊല്ലും. റാംബോ അപ്പോഴും വെറുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എങ്കിൽ സറണ്ടർ ആവണ്ട, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാനെങ്കിലും നോക്ക്. ഞാനെങ്ങോട്ട് രക്ഷപ്പെട്ടു പോവാൻ? ഒരു പ്രശ്നമുണ്ടാക്കാതെ ഇവിടെ വന്നതാ ഞാൻ. ഇവരെന്നെ പിടികൂടി അത്രമേൽ ഉപദ്രവിച്ചു. ഇവരൊക്കെ നല്ല ആളുകളാണെന്നാണോ? ഇവരൊക്കെ വെറും മോശം ആളുകളാണ്. ഇവർക്ക് വേണ്ടിയല്ലേ എന്റെ സഹപ്രവർത്തകർ യുദ്ധത്തിന് പോയി കൊല്ലപ്പെട്ടത്? അവിടെ നമ്മൾ ഇവർക്ക് വേണ്ടിയല്ലേ അത്രയും കഠിനമായ യാതനകൾ അനുഭവിച്ചത്? എന്നിട്ട് തിരിച്ചു വന്നാലോ എല്ലാവർക്കും പട്ടിയുടെ വില. നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും സഹിച്ച ത്യാഗങ്ങളുമൊന്നും ഇവർ ഓർക്കാറേയില്ല. ഒരു ജോലി പോലും എവിടെയും കിട്ടുക പോലുമില്ല. ഓരോന്നും എണ്ണിപ്പറഞ്ഞ് റാംബോ ആകെ തകർന്ന് കരയാൻ ആരംഭിച്ചിരുന്നു. കൂട്ടത്തിൽ വിയറ്റ്നാം വാറിൽ വെച്ച് ഒരു കുട്ടി കൊണ്ടുവന്ന ബോംബ് കാരണം തന്റെ സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടതും റാംബോ ഓർത്തു പറഞ്ഞു. കേണൽ സാം റാംബോയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അത്രമേൽ കഷ്ടതകൾ അനുഭവിച്ച് ട്രോമകൾ പേര് ജീവിക്കുന്ന ഒരു പട്ടാളക്കാരനെയാണ് പോലീസുകാർ അപമാനിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ. ഓരോന്നും ജോൺ റാംബോ എണ്ണി പറഞ്ഞപ്പോൾ കേണലിന്റെ കണ്ണുവരെ നിറഞ്ഞിരുന്നു. ജോൺ റാംബോയെ ചേർത്തു പിടിച്ച് കേണൽ സമാധാനിപ്പിച്ചു. കേണലിന്റെ ഓർഡറിനും താല്പര്യത്തിനും വഴങ്ങി സമാധാനത്തിലായ റാംബോ കീഴടങ്ങാൻ സമ്മതിച്ചു. ടീസലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ടീസലിനെ നോക്കി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറസ്റ്റ് വരിച്ച് റാംബോ മറ്റു പോലീസുകാർക്കൊപ്പം പോവുകയും ചെയ്യുന്ന ദൃശ്യത്തോടെ റാംബോ ഫിലിം സീരീസിലെ ആദ്യ സിനിമയായ ഫസ്റ്റ് ബ്ലഡിന്റെ കഥ അവസാനിക്കുകയാണ്. 1982 ഈ ചലച്ചിത്രം പുറത്തിറങ്ങുമ്പോൾ ഇതിൽ ഷൂട്ട് ചെയ്ത ആക്ഷൻ സീക്വൻസുകളൊക്കെ അത്രമേൽ മികവുറ്റതായിരുന്നു. $15 മില്യൺ മുതൽ മുടക്കിൽ പിടിച്ച സിനിമ അക്കാലത്ത് $125 മില്യൺ കരസ്ഥമാക്കി ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.